ഒരെണ്ണം. ഒരെണ്ണമല്ല രണ്ടെണ്ണം. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ല? ഇത് ഞാൻ തന്നെയാണല്ലോ. എനിക്ക് എന്നെ മനസ്സിലായി, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി? ഇവർക്ക് മാസീവ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരു മാസീവ് എന്ന് പറഞ്ഞാൽ ഞാനും മാസീവ് എന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ എന്താ പറയാ വിചാരിക്കുന്നത് അതുക്കും മീതെ. ഫെബ്രുവരി ആയപ്പോ ലൈക്ക് എല്ലാരും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും ഓരോരോ ടിക്ടോക്കിൽ നിന്നൊക്കെ ഡൗൺലോഡ്സ്. ഞങ്ങളൊക്കെ ഇത് എന്താ സാധനം ചെയ്തു നോക്കാം. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഉള്ളൊരു വീഡിയോ ഇവളെടുത്തു തന്നായിരുന്നു. അങ്ങനെ അത് പോസ്റ്റ് ചെയ്തു. ഒരു 2 ദിവസത്തിനകത്തിന് 10K ഒക്കെ കയറി. അപ്പൊ നമുക്ക് ഇത് കൊള്ളാമല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഇനി ഞാൻ ചെയ്യുന്നില്ല, രണ്ടുപേരായിട്ടൊന്ന് ചെയ്ത് നോക്കും, നന്നായിരിക്കും. അമ്മ ലൈക്ക് ചെറിയൊരു സപ്പോർട്ടിങ് ഒക്കെയാണ്, പക്ഷെ അച്ഛനൊന്നും അറിയുന്നില്ല. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല എന്ത് ഇൻസ്പെക്ടർ എന്റെ മോള് അതൊരു 1 വീക്കിനുള്ളിൽ തന്നെ 100K ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾക്കൊരു സന്തോഷം. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അങ്ങനെ നമ്മൾ ആ ഷാഡോക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതാ ആ ദുരന്ത വാർത്ത. അതിന് മുന്നേ തന്നെ ഒരു ദുരന്ത വാർത്ത ഉണ്ടായിരുന്നല്ലോ, കൊറോണ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വേണം ഈ നാടിന്റെ മുഖച്ഛായ തന്നെ. ഓ അതൊക്കെ എനിക്ക് അറിയാവച്ചോ. അപ്പൊ ടിക്ടോക്ക് പോയപ്പോ എന്താണ് എന്റെ അച്ഛൻ പറഞ്ഞു 2 ദിവസം ആരോടും മിണ്ടുന്നില്ലായിരുന്നു, കരച്ചിലായിരുന്നു, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. അത് സംഭവം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. അല്ല ഇനി എന്ത് ചെയ്യും? അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. കളിയാക്കുന്നവരും ഉണ്ട്. കളിയാക്കൽ പറയുമ്പോ വേറെ സമയമില്ലേ, വെറുതെ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ പോകാനായിട്ട് എന്തെങ്കിലും തരണോ? പകച്ചു പോയി എന്റെ ബാല്യം. പോകുമ്പോ ഫ്ലെക്സ് വെക്കാനായിട്ട് വീട്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയായിരുന്നു. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. ഈ സൂര്യ വിജയൊക്കെ വെക്കത്തില്ല, അതുപോലെ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. ഒരു 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം, എന്റെ തല പെരുക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. സന്തോഷായി, നല്ല സന്തോഷായി.